ജൂൺ 12-ന് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരിച്ച കേരളത്തിൽ നിന്നുള്ള 37-കാരിയായ നഴ്സ് രഞ്ജിത നായരുടെ മൃതദേഹം ഇന്ന് രാവിലെ പത്തനംതിട്ട ജില്ലയിലെ അവരുടെ ജന്മനാട്ടിലെത്തിച്ചു. ആകാശത്തോളം ഉയരത്തിലുള്ള പ്രതീക്ഷകളുമായി അമ്മയെയും കുട്ടികളെയും പോറ്റാനും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ 4 ചുമരിന്റെ ഉറപ്പുണ്ടാക്കാനും വിദേശത്തേക്ക് ചേക്കേറിയ രഞ്ജിതയുടെ അപ്രതീക്ഷിത വിയോഗം രോഗിയായ അമ്മയെയും പറക്കമുറ്റാത്ത 2 കുട്ടികളെയും ജീവിതത്തിന്റെ പെരുവഴിയിൽ തനിച്ചാക്കി. കേരള മനസാക്ഷി മുഴുവൻ തേങ്ങലോടെ കണ്ട നോവായിരുന്നു ആ പിഞ്ചു മക്കളുടെ ഉള്ളുലയ്ക്കുന്ന നിലവിളി. പത്തനംതിട്ട ജില്ലാ സ്വദേശിയായ രഞ്ജിത നായർ UK-യിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ജോലി പൂർത്തിയാക്കി മടങ്ങാൻ തിരികെ പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത്. DNA പരിശോധനയിലൂടെയാണ് അവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. നീണ്ട ദിവസങ്ങളുടെ ദുഷ്കരമായ ശ്രമഫലമായാണ് രഞ്ജിതയുടെ മൃതദേഹം പോലും തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ഇത്രയും കാലതാമസം നേരിട്ടത്. രാവിലെ 7 മണിയോടെയാണ് മൃതദേഹം തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. മൃതദേഹം സ്വീകരിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനും കേരള മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. പിന്നീട് സഹോദരനും അടുത്ത ബന്ധുവും ചേർന്ന് ശവപ്പെട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി പുല്ലാടിലെ ഒരു സ്കൂളിൽ സൂക്ഷിക്കും. വൈകുന്നേരം അവരുടെ കുടുംബ വീടിന്റെ വളപ്പിൽ സംസ്കാരം നടക്കും. 2 കുട്ടികളുടെ അമ്മയായ രഞ്ജിത കുടുംബം പോറ്റാൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി സ്ഥിരമായി നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. പക്ഷേ വിധി രഞ്ജിതയെ നാട്ടിലേക്ക് മടക്കിയത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുറ്റവർക്ക് നൽകിക്കൊണ്ടായിരുന്നു.